പാർപ്പിട കേന്ദ്രങ്ങൾക്ക് മുന്നിലെ റോഡുകളോട് ചേർന്ന് താൽക്കാലിക നിർമ്മാണങ്ങൾ, കൃഷി തുടങ്ങിയ സ്വകാര്യ വ്യക്തികൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇനി ദുബായിൽ RTIയുടെ മുൻകൂർ അനുമതി വേണം. അനുമതിയില്ലാതെ ടെന്റുകൾ നിർമ്മിക്കുക, നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കുക, ടൈലുകൾ മാറ്റുക, വാഹനങ്ങൾ പാർക്ക് ചെയ്യുക തുടങ്ങിയവ നിരീക്ഷിച്ച് നടപടിയെടുക്കുമെന്ന് RTI അറിയിച്ചിരിക്കുകയാണ്. നിർമ്മാണ സൈറ്റുകളിലെ വസ്തുക്കൾ റോഡിലേക്ക് ഇറക്കി വയ്ക്കുന്നതിനും ഇതേ നിയമം ബാധകമാണ്. നിരത്തുകളെ ബാധിക്കുന്ന നിർമ്മാണങ്ങൾക്കെല്ലാം കർശന നിബന്ധന പാലിക്കണം. വിവാഹം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയ്ക്ക് വീടുകളോട് ചേർന്ന് തമ്പുകൾ നിർമ്മിക്കുമ്പോൾ റോഡ് ഗതാഗത നിയമങ്ങൾ പാലിക്കണം. RTI പെർമിറ്റ് ഇല്ലാതെ തമ്പടിക്കാൻ പാടില്ല. പാർപ്പിട കെട്ടിടങ്ങൾക്കും വില്ലകൾക്ക് മുന്നിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് തടയാനുള്ള സംവിധാനം സ്ഥാപിക്കുന്നതിനും ഫുട്പാത്ത് നവീകരണത്തിനും പെർമിറ്റ് നേടണം. സ്വകാര്യ വില്ലകളിലേക്കുള്ള നടപ്പാത നിർമ്മാണവും അതിന്റെ പരിധിയിൽ വരും. ഭൂഗർഭജലം വലിച്ചെടുക്കൽ, കെട്ടിട നിർമ്മാണം, കെട്ടിടം തകർക്കൽ, റോഡിന്റെ ഏതെങ്കിലും ഭാഗം നിർമ്മാണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കൽ, കെട്ടിടങ്ങളുടെ അകത്തേക്കും പുറത്തേക്കുമുള്ള പ്രത്യേക വഴിവെട്ടൽ, പൊതുപരിപാടികൾക്ക് റോഡ് അടയ്ക്കൽ, പേ പാർക്കിങ്ങിന് സ്ഥലം വേർതിരിക്കൽ, താൽക്കാലിക ഭിത്തി സ്ഥാപിക്കൽ തുടങ്ങിയ എല്ലാ പ്രവൃത്തികൾക്കും മുൻകൂർ അനുമതി ഇനി മുതൽ ആവശ്യമാണ്. കൃഷി, ടെന്റ്, മജ്ലിസുകൾ, വേലി നിർമ്മാണം എന്നിവയാണ് വ്യാപകമായി നടക്കുന്ന നിയമലംഘനങ്ങൾ. പാർപ്പിട കേന്ദ്രങ്ങളോടനുബന്ധിച്ചാണ് ഇവ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. പ്ലാസ്റ്റിക് തൂണുകളും കോണുകളും വെച്ച് വില്ലകൾക്ക് മുന്നിലെ പാർക്കിംഗ് പിടിച്ചുവെക്കുന്നതും നിയമലംഘനമാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്.